ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളിന്ന് ക്യാരറ്റും റവയും വെച്ചിട്ട് ഒരു അടിപൊളി വെറൈറ്റി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിത് കോഴിമുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് റവ എടുക്കാം. ഞാൻ 250 ml വരുന്ന കപ്പിൽ നിറച്ച് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്ത റവയോ എടുക്കാം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാം വരുന്ന ക്യാരറ്റ് എടുക്കുക. നമുക്കിത് തൊലിയൊക്കെ ചെത്തി പീസാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമുക്ക് അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ട് വരാം. അപ്പോൾ ക്യാരറ്റ് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ ഒപ്പം റവയുടെ ഒപ്പം ഇട്ട് കൊടുക്കാം. ഈ പലഹാരത്തിന് ആവശ്യത്തിന് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണേ. ശർക്കര വേണ്ടവർക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാം കേട്ടോ. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു 2 ഏലക്കായയുടെ കുരു ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാൻ ഞാൻ തണുത്ത പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തണുത്ത പാൽ നമുക്കൊപ്പം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പാലെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഒന്നൊരു ട്രിപ്പ് അരച്ച് നോക്കിയിട്ട് പിന്നെ ഒന്നുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി പാലെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ലൂസിലും പാടില്ല, ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പാകത്തിലെ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അരയ്ക്കുമ്പോൾ അറിയാം. അപ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മൊത്തം ഇതൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടൊന്ന് 2 മിനിറ്റ് നമുക്കൊരു ഭാഗത്തേക്ക് മൂടി വയ്ക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഓയിൽ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഓയിലെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ബീറ്ററോ ഒന്നും വേണ്ട, നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ടയും ഒന്നും ചേർക്കണില്ല കേട്ടോ. കേക്ക് നന്നായി പൊന്താൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഈ മാവിൽ എത്തണ വിധം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളത് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അതും റവയും ക്യാരറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ഇതൊക്കെ ഇട്ടപ്പോൾ ചെറിയൊരു പത പോലെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. വിനാഗിരി ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട കാരണം നന്നായി ഇത് പൊന്താൻ സഹായിക്കും കേട്ടോ. നന്നായി പിന്നെ പൊന്തും. നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എന്നാൽ തന്നെ നല്ലൊരു കളറാണ് നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ. നമുക്കിനി നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. വട്ടച്ചെമ്പിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്ലെയിമിൽ ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്കത് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ.
നന്നായി ചൂടായിട്ടുള്ളതിലേക്കാണ് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒന്നും വെക്കണില്ല. റിങ്ങിലേക്ക് ഈ ചെറിയ ട്രേ ആയാലും നമ്മളിങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മൂടി വെക്കട്ടെ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് ആയോ നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഉള്ളൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതാ വെന്തിട്ടുണ്ട്, ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം ഇതിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം വെച്ചിട്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ട്രേന്ന് എടുക്കാം. ബട്ടർ പേപ്പർ വെച്ച കാരണം നമുക്ക് വേഗം തന്നെ കിട്ടും കേട്ടോ. കണ്ട മുട്ടയും ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ട നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് കേക്ക്. എന്താ സോഫ്റ്റ് നോക്കി നോക്ക്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കേക്ക് ടിൻ ഇല്ലാത്തവർക്ക് നമ്മുടെ ഈ ചോറ്റും പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ചോറ്റും പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. കേക്ക് ടിന്ന് വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഒന്ന് കട്ട് ചെയ്യാം. നമ്മളൊരു തരി കളർ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്യാം. മുറിക്കുമ്പോൾ തന്നെ അറിയാം എന്താ സോഫ്റ്റ് എന്ന്. കണ്ടില്ലേ, നമുക്ക് റവയാണെന്ന് പറയേയില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ റവ കൊണ്ടാണെന്ന് നമ്മൾ പറയേയില്ല. ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ സോഫ്റ്റ് കണ്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. അധികം മധുരമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് മധുരം, ഒരു കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടുള്ളൂ. അപ്പോൾ അധികം മധുരമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നട്ട്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ ഈ ക്യാരറ്റ് മുകളിലിട്ട കാരണം ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.